മുഖ്യമന്ത്രി വേദിയിൽ നിന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശേഷം അവിടെ നിന്ന് മടങ്ങുകയാണ്. ഷബീർ ഉമർ വിവരങ്ങൾ നൽകും. ഷബീർ, ഉദ്ഘാടന പ്രസംഗത്തിൽ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്? ദിവ്യ, പ്രധാനമായും സംസ്ഥാനത്തിന്റെ സുസ്ഥിര വികസനത്തിന് കുതിപ്പ് നൽകുന്ന പദ്ധതിയായി ഈ തുരങ്കപാത മാറുമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. കേരളത്തിന്റെ മാത്രമല്ല, പ്രത്യേകിച്ച് മലബാറിന്റെ വികസനത്തിന് ഇത് മുതൽക്കൂട്ടാകും. ഒപ്പം തന്നെ രാജ്യത്തിന് തന്നെ ഇത് ഉപകരിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ നിലയ്ക്കാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ഗുണങ്ങൾ വരുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പിന്നീട് വിശദീകരിച്ചത്. ഒപ്പം തന്നെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് എത്രയോ കാലമായി ജനങ്ങളുടെ ആവശ്യമാണ്. ഒപ്പം തന്നെ ഗതാഗതം സുഗമമാക്കുന്നത് വയനാട് ജനതയുടെയും ഒപ്പം തന്നെ കോഴിക്കോട് മലയോര ജനതയുടെയും എല്ലാം തന്നെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്, അവരുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ നിലയ്ക്കാണ് ഈ പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഒപ്പം തന്നെ അസാധ്യമാണ് എന്ന് കരുതിയ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ഈ സർക്കാർ. അതിലേക്ക് കൂടിയാണ് ഈ തുരങ്കപാത എത്തുന്നത്. കാരണം തുരങ്കപാത ഇരട്ട തുരങ്കമാണ് നിർമ്മിക്കുന്നത്. അതിന് പലവിധ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം തന്നെ അതിജീവിച്ചാണ് ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കുന്നത് എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പിന്നീട് ഇതിന്റെ പദ്ധതി നിർമ്മാണ ചെലവടക്കം കിഫ്ബി ധനസഹായത്താൽ 2146 കോടി രൂപ ചിലവഴിച്ചാണ് 2134 കോടി രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതി നിർമ്മാണം നടപ്പാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇപ്പോൾ മന്ത്രി A.K. ശശീന്ദ്രൻ സംസാരിക്കുകയാണ്. മറ്റ് മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. വലിയ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ്. അതായത് വലിയ ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഈ പരിപാടിയുടെ വേദിയിലേക്ക് എത്തിയിരുന്നു. ആ ജനങ്ങളെ മുഴുവൻ സാക്ഷിയാക്കിയാണ് വേദിയിലെത്തിയ മുഖ്യമന്ത്രി ആദ്യം ഈ ശിലാഫലകം അനാച്ഛാദനം ചെയ്തത്. ശേഷമാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. മന്ത്രി P.A. മുഹമ്മദ് റിയാസും സംസാരിച്ചു തുടങ്ങിയത് അസാധ്യമായത് സാധ്യമാക്കുന്ന സർക്കാരാണ് ഈ സർക്കാർ എന്ന ഈ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ തെളിയുകയാണ് എന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ധനമന്ത്രി K.N. ബാലഗോപാൽ അദ്ദേഹം ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുന്ന കിഫ്ബി തുകയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. കിഫ്ബി മുഖേന നടക്കുന്ന സുസ്ഥിര വികസന പദ്ധതികളുടെ മേന്മ അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും വലിയ ഗംഭീരമായ സദസ്സിൽ ഈ തുരങ്കപാതയ്ക്ക് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. നമുക്കറിയാം 8 കിലോമീറ്ററിലധികം ദൂരം വരുന്ന 8.73 കിലോമീറ്റർ നീളത്തിലാണ് ഈ പാത നിർമ്മിക്കുന്നത്. അത് കേരളത്തിൽ ഏറ്റവും വലുതാണ്, ഒന്നാമത്തതാണ്. ഒപ്പം തന്നെ ഇന്ത്യയിൽ രാജ്യത്ത് 3ാമത്തെ ദൈർഘ്യമേറിയ തുരങ്കപാതയും ഇതാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇതിൽ കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്ററും വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്ററുമാണ് ഉൾപ്പെടുന്നത്. ഒപ്പം തന്നെയാണ് മറ്റ് 8.73 കിലോമീറ്റർ ആകെ ദൈർഘ്യമുള്ള ഈ തുരങ്കപാതയിൽ 8.11 ദൂരവും തുരങ്കപാതയാണ്, അല്ലെങ്കിൽ തുരങ്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഇരട്ട തുരങ്കങ്ങൾ കൂടി വലിയ പഠനം നടത്തിയതിനു ശേഷമാണ് ഇരട്ട തുരങ്കം നിർമ്മിക്കാം എന്നതിലേക്ക് എത്തിയത്. കാരണം അത് മറ്റ് അപകടങ്ങൾ, മറ്റ് സാധ്യതകളെല്ലാം തന്നെ പിന്നീട് വരാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കുറയ്ക്കുന്നതിന് ഗുണകരമാകും എന്ന നിലയ്ക്കാണ് ഇരട്ട തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. ആ ഇരട്ട തുരങ്കങ്ങൾ 8.11 കിലോമീറ്റർ ദൂരത്തിലാണ്. അതിൽ തന്നെ 3 പാലങ്ങൾ, വലിയ പാലങ്ങൾ, ഒപ്പം തന്നെ 2 പ്രധാന പാലങ്ങൾ, 3 ചെറുപാലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ വളവുകളുള്ള മേഖലയിൽ ആ പ്രദേശത്ത് 300 മീറ്റർ, ഓരോ 300 മീറ്ററിലും ഈ 2 തുരങ്കങ്ങളെയും ബന്ധിപ്പിക്കുന്ന ക്രോസ് പാസേജ് കൂടി ഉൾപ്പെടുന്നുണ്ട്. പദ്ധതിക്കായി 33 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. 5771 മീറ്റർ വനമേഖലയിലെയും ഒപ്പം തന്നെ 2964 മീറ്റർ സ്വകാര്യ ഭൂമിയുമാണ്. അങ്ങനെയാണ് ഈ തുരങ്കപാത കടന്നു പോകുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇത് മലബാറിന് മാത്രമല്ല, സംസ്ഥാനത്തിന് മാത്രമല്ല, രാജ്യത്തിന് തന്നെ ഗുണപരമാകുന്ന രീതിയിലേക്ക് തുരങ്കപാത മാറുമെന്നാണ് നേരത്തെ തന്നെ വിലയിരുത്തുന്നത്. വേഗത്തിൽ വയനാട്ടിലേക്ക് എത്താം. വയനാട്ടിൽ നിന്നതുപോലെ തന്നെ അന്തർ സംസ്ഥാന പാതയായി കൂടി ഇത് മാറും. ആ നിലയ്ക്ക് ഇത് ഗുണപരമാകും എന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയും രാജ്യത്തെ ഏറ്റവും വലിയ 3ാമത്തെ തുരങ്കപാതയുമാണ് വയനാട്ടിലേത്. ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ഷബീർ ഉമർ നൽകിയത്.